നമസ്തേ, പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ കോളേജ് പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ മിക്സഡ് കോളേജിലാണ് പഠിച്ചിരുന്നത്. അന്ന് ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിക്ക് ഒരു 50 പൈസയുടെ തൊട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഉയർത്തി ഇട്ട് കൊടുക്കും. അവരത് കൈ നീട്ടി വാങ്ങിക്കും, അല്ലാതെ കൈക്കുള്ളിലേക്ക് വെച്ച് കൊടുക്കില്ല. കാരണം രണ്ട് പേര് തമ്മിൽ, അതായത് കൗമാരക്കാരോ യൗവനയുക്തരോ ആയ 2 പേര് തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ചെറുതായ കരസ്പർശനം പോലും ഒഴിവാക്കണം എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ അധികമൊന്നും ആൺകുട്ടികളും പെൺകുട്ടികളും ഇടപഴകിയിരുന്നില്ല. സംസാരിക്കും, തമാശ പറയും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരുമിച്ച് പോകും. പിന്നെ അതിന് അപവാദമില്ലെന്നല്ല, ഞാൻ ഈ പറഞ്ഞത് പൊതുവായ ഒരു ട്രെൻഡാണ്. അല്ലാത്ത കുട്ടികളൊക്കെ മോശക്കാരായിട്ട് കരുതിയിരുന്നു. അത് ആ കാലഘട്ടത്തിന്റെ മൂല്യബോധമാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ സ്പർശിച്ചുകൊണ്ട് ഒരു സാധനം വെച്ചു കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്ന ചോദ്യത്തിനും ഇവിടെ പ്രസക്തിയില്ല. ആ കാലഘട്ടത്തിന്റെ മൂല്യബോധം അങ്ങനെയായിരുന്നു. ഒരു സ്കൂട്ടറിന്റെ പിറകെ ഒരു പെൺകുട്ടി കയറി പോവില്ല. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കലാലയങ്ങളിലൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും ഹഗ് ചെയ്യുന്നു. നല്ല സെൻസിൽ തന്നെ അവർ സ്നേഹപ്രകടനമായി കിസ് ചെയ്യുന്നു. ഒട്ടും സഭ്യതയുടെ പരിധി വിടാത്ത വിധം. ആക്ച്വലി അവിടുത്തെ മൂല്യബോധം മാറിയിരിക്കുന്നു. അത് മൂല്യാധിഷ്ഠിത പ്രവൃത്തി തന്നെയാണ്. ഒരു ആൺ സുഹൃത്തിനെ കെട്ടിപ്പിടിക്കുക, സ്നേഹസൂചകമായൊരു മുത്തം കൊടുക്കുക, അതിന് മറ്റൊരു ചിന്തയില്ല. അവിടെ മൂല്യബോധം മാറുന്നത് നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഏറ്റവും ഭയാനകമായി ദർശിക്കാൻ ഇപ്പോൾ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേരെയുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രതികരണം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകും. കോളേജുകളിലെ കുട്ടികൾ, യുവതികളായ ലെക്ചേഴ്സ്, അമ്മച്ചിമാരായി കഴിഞ്ഞ പ്രൊഫസേഴ്സ്, ലേഡി പ്രൊഫസേഴ്സ്, ഇങ്ങനെ ഒട്ടനവധി സ്ത്രീകൾ രാഹുലിന് വേണ്ടി വാദിക്കുന്നത് നമുക്ക് കാണാം. രാഹുൽ വേറെ പെൺകുട്ടികളെ ഗർഭിണിയാക്കിയെന്നോ പ്രേമിച്ചെന്നോ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചെന്നോ ഉള്ള കഥകളൊന്നും ചില സംഭവങ്ങൾ കാണുമ്പോൾ അവരെ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. ഇതിന് വസ്തുനിഷ്ഠമായ തെളിവുകളോടെയാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഫോൺ കോൾ ചെല്ലുന്നു. രാഹുലിനെ വിമർശിക്കരുത്, വിമർശിച്ചാൽ യുവതികളുടെ ഇടയിൽ, കുറച്ചുകൂടി യുവത്വം മുറ്റിയ സ്ത്രീകളുടെ ഇടയിൽ ഒക്കെ ആ നേതാക്കൾ സ്വീകാര്യത ഇല്ലാത്തവരായി മാറും. ഒരുപക്ഷെ പാർട്ടിയും സ്വീകാര്യത ഇല്ലാത്തവരായി മാറും. മുൻപ് ഒരിക്കൽ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ ഒരു പുതിയ പാർട്ടിയുമായി എന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. വളരെയധികം പേർ അന്ന് കണ്ടതാണ് ആ വീഡിയോ. അതേ രീതിയിൽ രാഹുലിനെ ഒറ്റപ്പെടുത്താൻ ഇപ്പോൾ കോൺഗ്രസ് ഭയക്കുന്നു. ഈ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞു, ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞു. രാഹുൽ എഫക്റ്റ് കോൺഗ്രസിന് ഒരു രീതിയിലും ദോഷം സമ്മാനിച്ചിട്ടില്ല എന്ന് നമുക്ക് റിസൾട്ട് കണ്ടാൽ അറിയാം. പണ്ട് ഒരു സ്ത്രീ കാറിൽ ഉണ്ടായിരുന്നു എന്ന ഒറ്റ കാരണത്താൽ ഒരു മന്ത്രിസഭ താഴെ പോയി, പുതിയൊരു മന്ത്രിസഭ ഉണ്ടായി, ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു, പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉദയം ചെയ്തു. അങ്ങനെ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു സരിത എന്ന് പറയുന്ന വ്യക്തി മഹാകോളക്കം സൃഷ്ടിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. രാപ്പകൽ സമരം, തിരുവനന്തപുരം സിറ്റി അക്ഷരാർത്ഥത്തിൽ ജനനിബിഡമാക്കുന്ന അതിഭയങ്കരമായ സമരമുണ്ടായി. ഒരു പെണ്ണ് ആരുമായിട്ടൊക്കെയോ ഒരുമിച്ച് ചേർന്ന് കുറെ പണം തട്ടി. ഗവൺമെന്റ് പണമൊന്നും പോയില്ല. പക്ഷെ അപ്പോഴൊക്കെ സ്ത്രീകളെ ആയുധമാക്കി. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും ഒക്കെ സ്ത്രീകളെ ആയുധമാക്കാറുണ്ട്. ഇന്ദ്രനും ചന്ദ്രനും സ്ത്രീകളെ ആയുധമാക്കാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ സ്ത്രീകൾക്ക് നൽകുന്ന ഒരു പവിത്രത സാധാരണ മനുഷ്യരുടെ മനസ്സിലുണ്ട്. പെൺകുട്ടികൾ സ്വയം നൽകുന്ന ഒരു പവിത്രതയുണ്ട്. ഇന്ന് ഒരു പെൺകുട്ടിയെ ഒരുത്തൻ പ്രേമിച്ചാൽ അവന് ഉള്ളതാണ് അവൾ എന്ന ചിന്ത വിട്ടിട്ട് അവനെ എനിക്കും കൂടി വേണം എന്നൊരു ചിന്തയിലേക്ക് നമ്മുടെ യുവത്വം പോയിരിക്കുന്നു. ഒരുത്തിയെ പ്രേമിക്കുന്നവനെ തന്നെ മറ്റൊരുത്തിയോ ഒരു കൂട്ടത്തിനോ പ്രേമിക്കണം. അതിവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഹുലിന് വേണ്ടി വാദിക്കുന്ന സ്ത്രീകളുടെ പെരുപ്പം കാണുമ്പോൾ. നമ്മുടെ മൂല്യബോധത്തിന് വരുന്ന വല്ലാത്തൊരു മാറ്റമാണ്. മൂല്യശോഷണവും
രാഹുലിന്റെ മാസ്മരികതയും ഇന്ന് രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനിക്കുന്നു, ചർച്ചാ വിഷയമായിരിക്കുന്നു. ഈ സ്ത്രീ പീഡനമോ സ്ത്രീ സുഹൃത്തുക്കളുമായി നടക്കുന്നതോ ഒന്നും തന്നെ ഇന്ന് ആർക്കും ഒരു പ്രശ്നമല്ല. അങ്ങനെ ചെയ്തവരെ ഉൾക്കൊള്ളുന്ന പാർട്ടിയെയും ജനം ജയിപ്പിക്കും. കാരണം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കഴിയുക എന്നുള്ളത് അവരുടെ ഇഷ്ടത്തിന് മാത്രമുള്ള ഒരു കാര്യമായിരിക്കുന്നു. അത് കാരണമുള്ളൊരു വ്യക്തിശുദ്ധി വിലയിരുത്തേണ്ടതില്ല. പൊതുമണ്ഡലത്തിൽ അതിന് പ്രസക്തിയില്ല എന്നാണ് ഇപ്പോഴത്തെ ഇലക്ഷൻ പോലും തെളിയിച്ചിരിക്കുന്നത്. രാഹുലിന്റെ ഭാവി എന്താണ് എന്നത് നമുക്കറിയില്ല. പക്ഷെ രാഹുൽ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന ചോദ്യം ഈ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്, സാമൂഹിക അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയാണ്. തീർച്ചയായും ഇങ്ങനെ പെൺകുട്ടികളെ പീഡിപ്പിക്കുകയോ മോഹന വാഗ്ദാനം നൽകി ഉപയോഗിക്കുകയോ എന്നിട്ട് ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഏത് രീതിയിൽ നോക്കിയാലും നമ്മുടെയൊക്കെ മാനദണ്ഡത്തിൽ തെറ്റ് തന്നെയാണ്. പക്ഷെ അത് തെറ്റല്ലാത്ത ഒരു ശക്തമായ സ്ത്രീ സമൂഹം ഇന്നിവിടെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ആ സ്ത്രീ സമൂഹം വളർന്നു വരുന്നു എന്നത് നമ്മിൽ ഉത്കണ്ഠ ജനിപ്പിക്കുന്നു. നന്ദി, നമസ്തേ.